നമസ്കാരം. ചലച്ചിത്ര ആപ്പ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡിസംബർ മാസത്തിലെ ആദ്യഘട്ട വിജ്ഞാപനങ്ങൾ PSC പുറത്തിറക്കിയിരിക്കുന്നു. ഡിസംബർ 16 ഇന്നാണ് വിജ്ഞാപനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. 40-ൽ കൂടുതൽ ടെസ്റ്റുകളിലോട്ടാണ് PSC വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗസറ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗസറ്റിൻ്റെ ആദ്യ പേജിൽ തന്നെ പറയുന്നുണ്ട്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പാർട്ട് 1. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 25/11/2024 എന്ന തീയതിയിൽ 20-ാം നമ്പർ തീരുമാനപ്രകാരം താഴെ പറയുന്ന തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ അവരുടെ പ്രൊഫൈൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷൻസിനെല്ലാം അത് പുറപ്പെടുവിച്ചിരിക്കുന്ന ഇന്നാണെങ്കിലും അതിന് അവസാന തീയതി 15/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ, അതായത് 2025 ജനുവരി 15-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. പ്രൊഫൈൽ വഴി അപേക്ഷിക്കും. അപ്പോൾ ഈ 40 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നമ്മൾ കാത്തിരുന്ന ചില നോട്ടിഫിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫയർമാൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് 471/2024 ആണ് കാറ്റഗറി നമ്പർ. നേരിട്ടുള്ള നിയമനമാണ്. ഉദ്യോഗത്തിൻ്റെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. ശമ്പളം 27,900 തൊട്ട് 63,700 വരെയാണ് ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്, പ്രതീക്ഷിത ഒഴിവുകളിലോട്ടാണ് ഇതിൻ്റെ നിയമനം നടക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിയമന രീതി, നേരിട്ടുള്ള നിയമനം, പ്രായപരിധിയിൽ മാറ്റം വരുത്തുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ മുമ്പുണ്ടായിരുന്നു. അതില്ല. 18-26 തന്നെയാണ് പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 1998 ജനുവരി 2-ന്റെയും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം, 2 തീയതികളും ഉൾപ്പെടെ. നിയമപ്രകാരമുള്ള ആ ഒരു റിലാക്സേഷൻ, അതായത് OBC-കാർക്ക് 3 വയസ്സ്, SC/ST-കാർക്ക് 5 വയസ്സ്, അത് ഇതിലും ബാധകമാണ്. പിന്നെ യോഗ്യതകൾ, വിദ്യാഭ്യാസ യോഗ്യത. ഫയർമാൻ അപേക്ഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷ വിജയിച്ചിരിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് മറ്റുള്ള മുമ്പ് വന്നിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലോട്ടുള്ള നോട്ടിഫിക്കേഷൻസിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഡിപ്ലോമ എന്നുള്ളത് പ്രിഫറൻസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പരീക്ഷയ്ക്ക് പുറമെ ഇതിന് ശാരീരിക യോഗ്യതകളും കൂടെ ഉണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ചുവടെ ചേർക്കുന്ന കുറഞ്ഞ ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഉയരം 165 സെൻറ്റിമീറ്റർ ആണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 160 ആണ്. വെയിറ്റ് 50 കിലോഗ്രാം. SC/ST ആണെങ്കിൽ 48. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 81 സെൻറ്റിമീറ്റർ ആണ്. വികസിക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ അഡീഷണലി വേണം. SC/ST ആണെങ്കിൽ 76, അതുപോലെ തന്നെയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള +2 ലെവൽ യൂണിഫോം തസ്തികകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സ്വിമ്മിംഗ് അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് ഫയർമാനിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നീന്തലിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. നീന്തലിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നതിന് കമ്മീഷൻ ചുവടെ ചേർക്കുന്ന രീതിയിൽ പ്രായോഗിക പരീക്ഷ നടത്തുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കണം. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നീന്തൽ കുളത്തിൻ്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ്, അപ്പോൾ ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവ് വേണം. അതുപോലെ തന്നെ ആണെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കുകയും വേണം. ഇതാണ് ഇതിൻ്റെ ഒരു മറ്റുള്ള യൂണിഫോം തസ്തികകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഫയർമാനും. ഇതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 471/2024 ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 471/2024. നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ, അതായത് ഫയർമാൻ ഡ്രൈവർ എന്ന് പറയും. അതും നേരിട്ടുള്ള നിയമനമാണ്. ഏറെക്കുറെ സെയിം ശമ്പളം തന്നെയാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ്. ഇതും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഓൾറെഡി പോലീസ് ഡ്രൈവറിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഫയർമാൻ ഡ്രൈവറിന് നോട്ടിഫിക്കേഷൻ വരുന്നു. ഫോറസ്റ്റ് ഡ്രൈവറിന് നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 വരുമെന്നുള്ള കാര്യം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൻ്റെയും പ്രായത്തിൽ മാറ്റമില്ല. 18 തൊട്ട് 26 വയസ്സ് തന്നെയാണ്. യോഗ്യതയും ഈ പറയുന്ന പോലെ തന്നെ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. ഇനി ഈ ഫയർമാൻ ഡ്രൈവറിന് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശാരീരിക യോഗ്യതകൾക്ക് പുറമെ ഇവർക്ക് ചില മറ്റുള്ള യോഗ്യതകളും കൂടെ വേണം. അതായത് ലൈസൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന യോഗ്യതകളും കൂടെ വേണം. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഒന്നാമത് പറയുന്നത്, ഹെവി പാസഞ്ചർ വാഹനങ്ങളോ ഹെവി ഗുഡ്സ് വാഹനങ്ങളോ ഓടിക്കുന്നതിന്
എൻഡോഴ്സ്മെന്റ് ഉൾപ്പെടെ നിലവിലുള്ള സാധുവായ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം. ഇതൊരു നിബന്ധനയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ഫയർമാൻ ഉള്ള പോലെ തന്നെ ശാരീരിക യോഗ്യതകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നീന്തൽ നിർബന്ധമായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ശാരീരിക യോഗ്യതകളിലൊന്നും മാറ്റമില്ല. അതുപോലെ തന്നെ കാഴ്ച ശക്തി അതെല്ലാം മറ്റുള്ള ഫയർമാൻ ഉള്ളതുപോലെ തന്നെ ഇതിന് വേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഫയർമാൻ ഡ്രൈവറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫയർ വുമൺ എന്ന് പറയുന്ന തസ്തികയാണ്. ഇതും നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു, ഫയർമാനും ഫയർ വുമണും. ഓക്കെ, ഇതിനും യോഗ്യതയിലൊന്നും മാറ്റമില്ല. ഓക്കെ, ഇത് ശമ്പളം 27,900 തൊട്ട് 63,700 വരെയാണ്. ഇത് ഒഴിവുകളുടെ എണ്ണം കൊടുത്തിരിക്കുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വാക്കൻസി വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ നോട്ടിഫിക്കേഷൻ ആണിത്. എല്ലാ ജില്ലയിലോട്ടുമുള്ള നോട്ടിഫിക്കേഷൻ അല്ല, ഒറ്റ വാക്കൻസിയാണ്. ഒഴിവുകളുടെ എണ്ണം ഒറ്റ വാക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് NCA വാക്കൻസി അല്ല, NCA നോട്ടിഫിക്കേഷൻ അല്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, നേരിട്ടുള്ള നിയമനമാണ്. പക്ഷേ ഒരു ജില്ലയിൽ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മലപ്പുറമാണ്. ഒരു വാക്കൻസി മാത്രമാണുള്ളത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ എന്ന് പറയുന്നത് പ്രിഫറബിൾ ആണ്. പിന്നെ ശാരീരിക യോഗ്യതകൾ എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ ശാരീരിക ക്ഷമതയുള്ളവരും ചുവടെ ചേർക്കുന്ന കുറഞ്ഞ ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടതുമാണ്. ഉയരം 152 സെന്റിമീറ്റർ. ഇനി SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ 150 സെന്റിമീറ്റർ. അതോടൊപ്പം തന്നെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീന്തൽ, സ്വിമ്മിങ്ങിലുള്ള പ്രാവീണ്യം അതുണ്ടായിരിക്കണം. അതിൻ്റെ ആ ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റാണ്. 2 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കണം. നീന്തൽ കുളത്തിൻ്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 ടെസ്റ്റും കമ്മീഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അതിനൊക്കെ ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു LGS കാറ്റഗറിയിൽപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. ആയ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ്. 479/2024 ആണ്. ശമ്പളം 23,000 തൊട്ട് 50,200 വരെ. ജില്ലാടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. തിരുവനന്തപുരം ജില്ലയിലാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലും. തിരുവനന്തപുരത്ത് 2 കൊല്ലം ജില്ലയിൽ 1 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത മറ്റുള്ള കാര്യങ്ങളിലൂടെ നോക്കുമ്പോൾ യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം, 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ബിരുദം ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണ LGSനൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സാധാരണ PSC പരീക്ഷകളെ പോലെ തന്നെ 18 തൊട്ട് 36 വയസ്സ് വരെ. പിന്നെ OBC SC ST വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആയയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കേരള പോലീസ് സർവീസിലോട്ടാണ്, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, ജില്ലാ തലത്തിലുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. 484/2024. അപ്പോൾ എല്ലാവർക്കും ഇതിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല. എടുത്തു പറഞ്ഞിട്ടുണ്ട്, താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരമായിരിക്കണം അപേക്ഷിക്കേണ്ടത്. അപ്പോൾ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിൻ്റെ പേര് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ ആണ്. ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെയാണെങ്കിൽ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഒരു ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2-3 ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം SAP ബറ്റാലിയനിലാണെങ്കിൽ 3 ഒഴിവാണുള്ളത്. പത്തനംതിട്ട KAP 3 5 ഒഴിവുകൾ, ഇടുക്കി KAP 5 4 ഒഴിവുകൾ, തൃശ്ശൂർ KAP 2 7 ഒഴിവുകൾ, മലപ്പുറം MSPയിലാണെങ്കിൽ 4 ഒഴിവുകൾ. ഇതാണ് ഇതിൻ്റെ ഒരു ഒഴിവുകളുടെ എണ്ണമായി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 പരീക്ഷ ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വയസ്സ്, അതായത് പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 31 വയസ്സ് വരെ, അതായത് നിയമാനുസൃതമായിട്ടുള്ള ഒരു വയസ്സിളവും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രായപരിധിയാണ് കൊടുത്തിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ 2/1/1993 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ 18 തൊട്ട് 31 വയസ്സ് വരെ. പോലീസ് കോൺസ്റ്റബിൾ ആണ്, ആംഡ് ബറ്റാലിയനിലോട്ടാണ്. SC ST വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ബറ്റാലിയൻ്റെയും ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു NCA നോട്ടിഫിക്കേഷനാണ്. 1ാം NCA വിജ്ഞാപനം, കാറ്റഗറി നമ്പർ 491/2024. ഇത് ഫയർഫോഴ്സിലോട് തന്നെയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ, അതായത് ഫയർമാൻ ഡ്രൈവറിൻ്റെ ഒരു NCA വിജ്ഞാപനം കൂടെ വന്നിട്ടുണ്ട്. ഇവ നിലവിൽ വന്നിരിക്കുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫയർമാൻ ഡ്രൈവറും
ഈ NCA വിജ്ഞാപനത്തിൻ്റെയും കൂടെ പരീക്ഷ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഇതിൽ ആരാണ് ഏത് കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതിയിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർ, അതായത് SC CC എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒറ്റ വേക്കൻസി മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഫയർമാൻ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ സമയത്ത് എന്തൊക്കെയാണോ അതിൽ മെൻഷൻ ചെയ്തിരുന്നത് അതെല്ലാം ഇവിടെയും ബാധകമാണ്. ഓക്കെ, 18 തൊട്ട് 29 വയസ്സ് വരെ നിയമാനുസൃതമുള്ള വയസ്സിളവും കൂടെ കൂട്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള പരീക്ഷ വിജയിച്ചിരിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രിഫറബിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ശാരീരിക യോഗ്യതകൾ, അതുപോലെ തന്നെയാണെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനങ്ങളോ ഹെവി ഗൂഡ്സ് വാഹനങ്ങളോ ഓടിക്കുന്നതിനുള്ള എൻഡോഴ്സ്മെൻറ്റ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സാധുവായ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം. അതായത് സാധാരണ ഫയർമാൻ ഡ്രൈവറിന് എന്തൊക്കെ വേണമോ അതെല്ലാം ഇതിന് ബാധകമാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഫയർഫോഴ്സിലോട്ട് മാത്രം നമ്മൾ ഫയർമാൻ, അതുപോലെ തന്നെ ഫയർ വുമൺ, ഫയർമാൻ ഡ്രൈവർ NCA എന്നിങ്ങനെ 4 തസ്തികകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആയ എന്ന് പറയുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനും കണ്ടു. അതുപോലെ തന്നെ ആണെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനും കണ്ടു. 40ഓളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എല്ലാം നിങ്ങൾ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണോ എലിജിബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ചലഞ്ചർ ആപ്പിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യുക. ഇത് 1ാം ഘട്ട വിജ്ഞാപനമാണ്. 2ാം ഘട്ട വിജ്ഞാപനം ഇനിയും ഡിസംബർ മാസം 30-ാം തീയതിയാണ് വരാൻ പോകുന്നത്. അതിനുശേഷം 31-ാം തീയതി 3ാം ഘട്ട വിജ്ഞാപനം വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.